നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നന്ദു അത് മറന്നെന്ന് നിന്നോട് ആര് പറഞ്ഞു? അവള് സ്വന്തം വീട്ടിൽ കള്ളിയാക്കപ്പെടുക ചെയ്തത്. അവൾക്കെന്നല്ല, ലോകത്തിൽ ഒരാൾക്കും അങ്ങനെ ഒരു കാര്യം മറക്കാനോ പൊറുക്കാനോ കഴിയില്ല. എന്റെ മോൾ അനുഭവിച്ച അപമാനവും മനപ്രയാസവും എന്താണെന്ന് നെഞ്ചു പെടഞ്ഞ അവൾ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ അത് ഏതോ കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടിയപ്പോ പറ്റിപ്പോയ തെറ്റൊന്ന് ഏറ്റു പറയാൻ സാനിയ പോലും തയ്യാറായി. പക്ഷെ നീ അത് സമ്മതിച്ചില്ല. ന്യായവും മനസാക്ഷിയും മറന്നാ നീ അന്ന് പെരുമാറിയത്. അന്ന് സാനിയ പറഞ്ഞ വാക്കും കേട്ട് നീ നന്ദുവിനെ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് അത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോഴെങ്കിലും അവളോട് പോട്ടെ എന്നൊരു വാക്ക് പറയാൻ നിനക്ക് തോന്നണമായിരുന്നു. അവളുടെ ഉള്ളിൽ നിന്ന് ആ കരട് മായ്ച്ചു കളയാനുള്ള മനസ്സ് നീ കാണിക്കണമായിരുന്നു. സ്വന്തം മകളുടെ മനസ്സിലെ മുറിവുണക്കാൻ തയ്യാറാകാതെ മരുമോളുടെ അഹങ്കാരത്തിനും ദുരഭിമാനത്തിനും കൊടപിടിക്കാനാ നീ നിന്നത്. നീയാണടി യഥാർത്ഥ അമ്മായിയമ്മ. അങ്ങനെ അങ്ങ് കത്തി കേറും മുമ്പേ ചന്ദ്രേട്ടൻ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ മോള് നന്ദുവും ഗിരിധർ നമ്പ്യാരുടെ പെങ്ങള് സാനിയും തമ്മില് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ചന്ദ്രേട്ട. നന്ദു ഈ വീട്ടിലെ കുട്ടിയാ, സനു വന്ന് കയറിയവളും. ഒരു പ്രശ്നം ഉണ്ടായാലേ മാനസികമായി അത് ബാധിക്കാൻ പോകുന്നത് സാനിയെ തന്നെ. അവള് ജനിച്ചു വളർന്ന സാഹചര്യവും ഇവിടുത്തെ സാഹചര്യവും ചന്ദ്രേട്ടന് നന്നായിട്ട് അറിയാലോ. ഒന്നും രണ്ടും പറഞ്ഞു സനുവിനെ നമ്മൾ ഒറ്റപ്പെടുത്തിയ പിന്നെ സംഭവിക്കാൻ പോകുന്നതേ എന്താണെന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്ക്. നാളെ പിറ്റേന്ന് നന്ദു കല്യാണം കഴിഞ്ഞു പൊടിയും തട്ടി അങ്ങ് പോവും. ആജീവനാന്തം നമ്മളോടൊപ്പം കഴിയേണ്ടതേ ശ്രീകുട്ടനും അവന്റെ ഭാര്യയായ സാനിയെയോ. നിസ്സാര കാര്യങ്ങളുടെ പേരില് ഈ വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളും വലുതായ അവൾ ഇവിടുന്ന് ഇറങ്ങി അങ്ങ് പോവും. നമ്മളെ വിട്ട് ശ്രീകുട്ടൻ ചിലപ്പോ പോയില്ലെന്ന് വരും. സാനി അവന് ജീവനാണ് ചന്ദ്രേട്ട. അങ്ങനെ വലുത് സംഭവിച്ച നമുക്കും അവൾക്കും ഇടയിൽപ്പെട്ട് തകർന്നടിയാൻ പോകുന്നത് ശ്രീകുട്ടന്റെ ജീവിതമായിരിക്കും. അതെ, സ്വന്തം മോന്റെ ജീവിതം നശിച്ചു പോകുന്നത് കാണാനാണോ ചന്ദ്രേട്ടന് ഇഷ്ടം? അതല്ല, ഇനി അവനും കൂടി അവളുടെ കൂടെ എങ്ങാനും ഇറങ്ങിപ്പോയാ ഈ വയസ്സാം കാലത്ത് ഒരിറ്റ് വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവാതെ നരകിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാ പിന്നെ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കുന്നത് നല്ലതാ. ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോവച്ച. ഇതെന്റെ വീടല്ലാത്ത പോലെ. ഇന്ന് എന്നെ എടുത്തിട്ട് ലിപ്സ്റ്റിക് കാണാത്തതിന്റെ പേരിൽ കള്ളിയാക്കിയപ്പോ പോലും എന്റെ ഭാഗം പറയാൻ അച്ഛനല്ലാതെ ഒരാള് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. സത്യമായിട്ടും ആ ലിപ്സ്റ്റിക്കിന്റെ പൗച്ച് ഞാൻ എടുത്തിട്ടില്ല അച്ഛാ. നേരം വിളിക്കട്ടെ, അവൾ ഉണർന്നിട്ട് ഞാൻ അവളോട് മാപ്പ് പറഞ്ഞോളാം. പോട്ടെ, സാരമില്ല.
ഈശ്വരാ, ഗിരിയുടെ വീടിലോ? ഞാനെങ്ങനെ ഇവിടെ വന്നു? എന്തൊരു തലവേദന ഇത്. ഇന്നലെ വൈകുന്നേരം ആകാശിന്റെ വീട്ടിൽ പോയിട്ട് പിന്നെ എന്താ സംഭവിച്ചൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. നല്ല തലവേദന ഉണ്ടല്ലേ? ആ, ഗിരിക്ക് എങ്ങനെ മനസ്സിലായി? നാച്ചുറലി ഇന്നലെ കഴിച്ച ലിക്കറിന്റെ ഹാങ് ഓവറാ. ഇത്തിരി വെള്ളം കുടിച്ചാൽ മാറിക്കോളും. ലിക്കറോ? ആര് കഴിച്ചു? എപ്പോ കഴിച്ചു? ഗിരി, സത്യം പറ ഗിരി പ്ലീസ്. ഇന്നലെ എന്തുണ്ടായേ? ഞാനെങ്ങനെ ഗിരിയുടെ ബെഡിൽ വന്നേ? എല്ലാം സുമതി ഇന്നലെ ആദ്യമായിട്ട് മദ്യവെച്ചതിന്റെ പ്രശ്നങ്ങളാ. സത്യം പറയാലോ, ഭയങ്കര ഓവറായിരുന്നു. ഞാൻ കുടിക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല ഗിരി. ഓ ശരി. ഇന്നലെ രാത്രി അടിച്ചു വിറ്റായിട്ടേ എന്നെ വിളിച്ച പേരെന്താണെന്നറിയോ? ഗുളികൻ ഗിരിന്ന്. എന്നെ അങ്ങനെ വിളിച്ചേനെ ദൈവം തന്ന ശിക്ഷയാ ഈ തലവേദന. അതുകൊണ്ടേ മാഡം ഈ ഗുളികൻ ഗിരിയുടെ ഗുളികയെടുത്ത് വിഴുങ്ങിയിട്ട് വിശ്രമിച്ചോളൂ. ദാ വാങ്ങിക്കൂ. ആകെ നോണക്കേടായി. ഹലോ, തല പൊങ്ങിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ റൊമാൻറ്റിക് നൈറ്റ്? സ്നേഹ, ഒരുമാതിരി പരിഹാസവും കുത്തുവാക്കൽ പറയലും. അതിന് തടിയനെ അങ്ങനെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. അവനെ നീ ഇന്നലെ അത്രയ്ക്കും വട്ടം കറക്കിയിട്ടുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.